പിതാവേ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പിതാവേ, കല്യാൺ രൂപതയിൽ കേരളത്തിലെ വിവിധ രൂപതകളിൽ വന്നിട്ടുള്ള സീറോ മലബാർ വിശ്വാസികളുടെ ഒരു സമൂഹമാണല്ലോ ഇവിടെ ഉള്ളത്. ആരാധനാക്രമത്തെ സംബന്ധിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ സീറോ മലബാർ സഭയ്ക്ക് എഴുതിയ ഒരു കത്ത് വായിക്കാനിടയായി. ആ കത്തിനെക്കുറിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾ, പല വിധത്തിലുള്ള ചർച്ചകൾ നടക്കുന്നതായിട്ട് ഞാൻ കാണുവാനിടയായി. അതിനാൽ കല്യാൺ രൂപതയിലെ നമ്മുടെ വിശ്വാസികളുടെ ഇടയിൽ ഉയർന്നു വന്നിരിക്കുന്ന ചില സംശയങ്ങൾ, ഈ ആരാധനാക്രമത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ ദൂരീകരിക്കുവാനായി ലിറ്റർജി കമ്മീഷൻ ചെയർമാൻ കൂടിയായ പിതാവിനോട് ചില വിശദീകരണങ്ങൾ ചോദിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്: നവീകരിക്കപ്പെട്ട കുർബാനക്രമം, ഇതിനെക്കുറിച്ച് പിതാവിന് പൊതുവെ പറയാനുള്ളത് എന്താണ്? 1989 റോമിൽ നിന്നും അംഗീകരിച്ച് നൽകിയ കുർബാന തക്സിയാണ് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നവീകരിച്ച് നമ്മൾ പ്രസിദ്ധീകരിക്കുന്നത്. നവീകരണത്തിനു വേണ്ടി എല്ലാ രൂപതകളുടെയും പ്രതിനിധികൾ അടങ്ങിയ സെൻട്രൽ ലിറ്റർജിക്കൽ കമ്മിറ്റിയിലും അതുപോലെ മെത്രാന്മാരുടെ സിനഡിലും ചർച്ചകൾ നടത്തി വേണ്ട ഭേദഗതികൾ വരുത്തി സിനഡിന്റെ പൊതുവായ അംഗീകാരത്തോടെ കുർബാന തക്സ റോമിലേക്ക് അയച്ചു. നവീകരിച്ച റാസ തക്സയ്ക്ക് പരിശുദ്ധ സിംഹാസനത്തിന്റെ അംഗീകാരം ലഭിക്കുകയുണ്ടായി. ഓഗസ്റ്റ് മാസത്തിൽ നടക്കുന്ന സിനഡിൽ തീരുമാനിക്കുന്ന ദിവസം മുതൽ പുതിയ തക്സ പ്രാബല്യത്തിൽ വരുന്നതാണ്. ഇതാണ് പൊതുവായിട്ട് ഈ പുതിയ തക്സയെക്കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത്. പിതാവേ, മാർപ്പാപ്പയുടെ കത്തിലെ ഏറ്റവും പ്രസക്തമായ ഒരു ടേമാണ് യൂണിഫോം മോഡ് ഓഫ് സെലിബ്രേഷൻ ഓഫ് ദ ഹോളി കുർബാന എന്നത്. ഇതുകൊണ്ട് ശരിക്ക് എന്താണ് അർത്ഥമാക്കുന്നത്? നമ്മുടെ സഭയുടെ കെട്ടുറപ്പും കൂട്ടായ്മയും വർദ്ധിപ്പിക്കാൻ ഇത് ഇടയാക്കുമോ? 1999 സിനഡ് പിതാക്കന്മാർ കുർബാന അർപ്പണ രീതിയിൽ ഐക്യം ഉണ്ടാകണം എന്നാഗ്രഹിച്ച് ഒരു പൊതു തീരുമാനം എടുത്തു. അതനുസരിച്ച് വചന ശുശ്രൂഷ ഭാഗം ജനാഭിമുഖമായും അർപ്പണ ശുശ്രൂഷ അഥവാ കൂദാശ ഭാഗം അൾത്താര അഭിമുഖമായും വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷം വീണ്ടും ജന അഭിമുഖമായും കുർബാന അർപ്പിക്കപ്പെടണം എന്നാണ് തീരുമാനിച്ചത്. ഇതാണ് യൂണിഫോം മോഡ് ഓഫ് സെലിബ്രേഷൻ ഓഫ് ദ ഹോളി കുർബാന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ എല്ലാ രൂപതകളിലും ആ തീരുമാനം നടപ്പിലാക്കപ്പെട്ടില്ല. ഇപ്പോൾ നവീകരിച്ച കുർബാനക്രമം പ്രാബല്യത്തിൽ വരുന്നതോടെ സീറോ മലബാർ സഭയിൽ ആരാധനക്രമത്തിൽ കൂടുതൽ ഐക്യം ഉളവാകുവാനുള്ള ഒരു സുവർണ അവസരം നമുക്ക് കൈവന്നിരിക്കുകയാണ്. 1999 തീരുമാനമനുസരിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കണമെന്ന് പരിശുദ്ധ പിതാവ് തന്നെ നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുകയാണല്ലോ. പരിശുദ്ധ പിതാവ് പറയുന്നത് ഇപ്രകാരമാണ്: I exhort all the clergy, religious and the lay faithful to proceed to a prompt implementation of the uniform mode of celebration of the Holy Kurbana. സിനഡ് അംഗീകരിച്ച യൂണിഫോം മോഡ് ഓഫ് സെലിബ്രേഷൻ ഉടനെ നടപ്പാക്കണമെന്നാണ് പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്യുന്നത്. ഇതിൻ്റെ ഫലമായി ഏറെ നാളായി ദൈവജനം മുഴുവനും ആഗ്രഹിക്കുന്ന ഐക്യം സംജാതമാകും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അത് സംജാതമാകട്ടെ. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, വേറെ ഒരു ചോദ്യം ചോദിക്കാനുള്ളത്: കുർബാനയുടെ രണ്ടാം ഭാഗം അൾത്താരയ്ക്ക് അഭിമുഖമായിട്ട് അർപ്പിക്കുന്നതിന് ദൈവശാസ്ത്രപരമായ കാരണങ്ങളുണ്ടല്ലോ, അതൊന്ന് വിശദീകരിക്കാമോ? സിനഡിന്റെ തീരുമാനം അനുസരിച്ച് കുർബാനയുടെ ആദ്യ ഭാഗമായ വചന ശുശ്രൂഷ ജനാഭിമുഖമായി ബേമ അഥവാ വചനവേദിയിലാണ് നടത്തപ്പെടുന്നത്.
വചന ശുശ്രൂഷയിൽ പ്രധാനമായും നമ്മൾ കർത്താവിൻ്റെ പരസ്യ ജീവിതമാണല്ലോ അനുസ്മരിക്കുന്നത്. അതുകൊണ്ടാണ് വചന ശുശ്രൂഷ ജനാഭിമുഖമായി അഥവാ ജനങ്ങളുടെ മധ്യേ നടത്തപ്പെടുന്നത്. ഈ വചന ശുശ്രൂഷ കൂദാശാഭാഗം ആരംഭിക്കുന്നതിനുള്ള ആത്മീയമായ ഒരുക്കമായും നമുക്ക് മനസ്സിലാക്കാം. കഴുകി ശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തോടും വെടിപ്പാക്കപ്പെട്ട മനസാക്ഷിയോടും കൂടെ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കാനുള്ള കൃപ യാചിച്ചുകൊണ്ട് 3 പ്രാവശ്യം കുമ്പിട്ട് ആചാരം ചെയ്ത ശേഷമാണ് കാർമ്മികൻ ബലിപീഠത്തെ സമീപിക്കുന്നത്. കൂദാശ ഭാഗത്ത് കാർമ്മികനും സമൂഹത്തോടൊപ്പം കർത്താവിൻ്റെ പക്കലേക്ക് തിരിയുന്നു. ആദിമ നൂറ്റാണ്ട് തുടങ്ങി നമ്മുടെ സഭയുടെ പാരമ്പര്യം അനുസരിച്ച് കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്ന പതിവാണ് ഉണ്ടായിരുന്നത്. കിഴക്കിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബൈബിളിൽ ധാരാളം സൂചനകൾ നമുക്ക് കാണാൻ സാധിക്കും. കർത്താവിൻ്റെ മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം കിഴക്ക് നിന്നാണ് എന്ന് വിശ്വസിച്ചിരുന്നു. കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് പായുന്ന മിന്നൽ പിണർ പോലെയായിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനം എന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 27-ാം വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 3-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ദിദസ്കാലിയ അപ്പസ്തലോരും എന്ന ഗ്രന്ഥത്തിൽ കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്ന പാരമ്പര്യം സ്ലീഹന്മാരിൽ നിന്ന് ലഭിച്ചതാണ് എന്നാണ് വിശുദ്ധ ജോൺ ഡമഷീൻ പ്രസ്താവിക്കുന്നത്. കിഴക്കോട്ട് തിരിയുക എന്നാൽ കർത്താവിലേക്ക് തിരിയുക എന്നാണ് അർത്ഥം. കിഴക്കോട്ട് തിരിഞ്ഞ് കാർമ്മികനും സമൂഹവും പ്രാർത്ഥിക്കുന്ന വിധത്തിലാണ് പിന്നീട് ദൈവാലയങ്ങൾ എല്ലാം തന്നെ പണിയപ്പെട്ടത്. 2-ാം വത്തിക്കാൻ കൗൺസിൽ വരെ പാശ്ചാത്യ സഭയിലും പൗരസ്ത്യ സഭകളിലും കാർമ്മികനും സമൂഹവും അൾത്താരയിലേക്ക് തിരിഞ്ഞ് ബലിയർപ്പിക്കുന്ന പതിവാണല്ലോ ഉണ്ടായിരുന്നത്. ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ ദ സ്പിരിറ്റ് ഓഫ് ദ ലിറ്റർജി, ലിറ്റർജിയുടെ ചൈതന്യം എന്ന ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. കാർമ്മികൻ ദൈവജനത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ സമൂഹത്തോടൊപ്പം കർത്താവിലേക്ക് തിരിഞ്ഞ് ബലിയർപ്പിക്കണം എന്ന്. എന്നാൽ സമാധാനം ആശംസിക്കുമ്പോഴും സമൂഹത്തിൻ്റെ പ്രാർത്ഥന യാചിക്കുമ്പോഴും കാർമ്മികൻ സമൂഹത്തിൻ്റെ പക്കലേക്ക് തിരിയുന്നുണ്ടല്ലോ. 12-ാം പിയൂസ് മാർപ്പാപ്പ ലിറ്റർജിക്ക് നൽകിയിരിക്കുന്ന നിർവചനം ഇപ്രകാരമാണ്: ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമായ സഭ ശിരസായി ക്രിസ്തുവിനോട് ചേർന്ന് പിതാവായി ദൈവത്തിന് അർപ്പിക്കുന്ന ആരാധനയാണ് ലിറ്റർജി. അതുകൊണ്ട് സഭയുടെ പ്രതിനിധിയായി നിൽക്കുന്ന കാർമ്മികനും സമൂഹത്തോടൊപ്പം തന്നെ കർത്താവിൻ്റെ പക്കലേക്ക് തിരിഞ്ഞാണ് ഈ ആരാധന, ഈ ബലി നടത്തേണ്ടത്. അതുപോലെ സ്വർഗത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന തീർത്ഥാടക സമൂഹമാണല്ലോ തിരുസഭ, പിൽഗ്രിം ചർച്ച്. സ്വർഗത്തിൻ്റെ പ്രതീകമാണ് മദ്ബഹ അഥവാ സാങ്ച്വറി. കാർമ്മികനും സമൂഹവും അൾത്താരയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നത് ഈ സ്വർഗോന്മുഖത, ഓറിയന്റേഷൻ ടുവേഡ്സ് ഹെവൻ, കൂടുതൽ വ്യക്തമാക്കാൻ നമ്മെ സഹായിക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ കുർബാന സ്വർഗീയ ആരാധനയിലുള്ള നമ്മുടെ പങ്കാളിത്തമാണ്. സ്വർഗീയ ഗണങ്ങളോടൊപ്പമാണ് നമ്മൾ ദൈവാരാധനയിൽ പങ്കുകാരാകുന്നത്. ഈ സ്വർഗീയ ഗണങ്ങളോട് കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു എന്നാണല്ലോ
കുർബാനയിൽ 3-ാം പ്രണാമജപത്തിൽ കാർമ്മികൻ ചൊല്ലുന്നത്. കാർമ്മികനും സമൂഹവും സ്വർഗത്തിലേക്ക് നോക്കി, അൽത്താരയിലേക്ക് നോക്കി ബലിയർപ്പിക്കുമ്പോഴാണ് ഈ സ്വർഗീയ അനുഭവം നമുക്ക് ലഭിക്കുന്നത്. വചന ശുശ്രൂഷയിൽ കാർമ്മികനാണ് ഒരുപക്ഷെ കൂടുതൽ ശ്രദ്ധാകേന്ദ്രമായി കാണപ്പെടുന്നത്. എന്നാൽ അർപ്പണ ശുശ്രൂഷയിൽ കാർമ്മികന്റെ കരങ്ങളിലൂടെ പൂർത്തിയാക്കപ്പെടുന്ന കർത്താവിൻ്റെ ആ സമർപ്പണമാണ് കേന്ദ്രമായിരിക്കുന്നത്. ഈ ഒരു വ്യത്യാസം എപ്പോഴും മനസ്സിൽ ഓർക്കാനുണ്ട്. ഇങ്ങനെ ദൈവശാസ്ത്രപരമായ പല കാരണങ്ങൾ കൊണ്ടാണ് അർപ്പണ ശുശ്രൂഷ കർത്താവിൻ്റെ പക്കലേക്ക് തിരിഞ്ഞ് പരികർമ്മം ചെയ്യണം എന്ന് സഭ പഠിപ്പിക്കുന്നത്. പിതാവേ, നമ്മുടെ രൂപതയിലെ പല വ്യക്തികളും ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. അതായത്, കർത്താവ് അന്ത്യത്താഴ വേളയിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോൾ ശിഷ്യന്മാരുടെ പക്കലേക്ക് തിരിഞ്ഞാണ് നിന്നിരുന്നത്. അതിനാൽ നാമും ബലിയർപ്പിക്കേണ്ടത് അപ്രകാരമല്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ പഴയ നിയമ യഹൂദ പാരമ്പര്യം നമ്മൾ ഓർക്കണം. യഹൂദ പാരമ്പര്യം അനുസരിച്ച് അവർ ജെറൂസലമിലേക്ക് നോക്കി, അഥവാ ദൈവ സാന്നിധ്യമുള്ളിടത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന പതിവാണ് ഉണ്ടായിരുന്നത്. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ ദാനിയേൽ ഭവനത്തിൽ ജെറൂസലമിലേക്ക് തുറന്നുകിടുന്ന ജനാലയുടെ പക്കൽ ചെന്ന് ജെറൂസലമിനെ നോക്കി പ്രാർത്ഥിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പെസഹ ആചരണ വേളയിലും കുടുംബനാഥനും കുടുംബ അംഗങ്ങളും ഒരേ ദിശയിലേക്ക് ജെറൂസലമിലേക്ക് നോക്കിയാണ് പെസഹ ആചരിച്ചിരുന്നത്. അതുപോലെ കർത്താവിൻ്റെ ശിഷ്യന്മാരും കർത്താവും ഒരേ ദിശയിലേക്ക് തിരിഞ്ഞ് സ്വർഗീയ ജെറൂസലമിലേക്ക് അഥവാ പിതാവിൻ്റെ പക്കലേക്ക് തിരിഞ്ഞാണ് ദൈവസ്തുതികൾ അർപ്പിക്കുകയും പുതിയ പെസഹ ആചരിക്കുകയും ചെയ്തത്. കർത്താവിൻ്റെ കുരിശിലെ ബലിയെക്കുറിച്ചും ചിലപ്പോൾ പരാമർശിച്ച് കേൾക്കാറുണ്ട്. കർത്താവിൻ്റെ കുരിശിലെ ബലിയിൽ കർത്താവ് തന്നെ പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു. അൽത്താരയിലെ ബലിയിൽ കർത്താവിൻ്റെ ബലി കർത്താവിനോട് ചേർന്ന് സഭ പിതാവിന് അർപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബലിയിൽ കാർമ്മികനും ആരാധനാ സമൂഹവും പിതാവിൻ്റെ പക്കലേക്ക് തിരിഞ്ഞാണ് ബലി അർപ്പിക്കുന്നത്. പിതാവേ, സഭയിൽ ഐക്യത്തിന് ഐക്യരൂപ്യം അഥവാ യൂണിഫോമിറ്റി ആവശ്യമല്ല എന്ന് ചിലരെങ്കിലും പറയാറുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ നമ്മുടെ സഭയിലെ ബലിയർപ്പണ രീതി പല വിധത്തിലാകാമോ? ദൈവാരാധനയെ സംബന്ധിച്ച് സഭയിൽ ഐക്യം മതി, ഐക്യരൂപ്യം വേണ്ട, യൂണിറ്റി മതി, യൂണിഫോമിറ്റി വേണ്ട എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ വിശ്വാസവും വിശ്വാസത്തിൻ്റെ ആഘോഷമായ ബലിയർപ്പണവും സംബന്ധിച്ച് അടിസ്ഥാന കാര്യങ്ങളിൽ ഐക്യരൂപത്തിലൂടെ മാത്രമേ ഐക്യത്തിന് സാക്ഷ്യം നൽകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഓരോ വ്യക്തിസഭയ്ക്കും ദൈവശാസ്ത്രം, ദൈവാരാധന, ആധ്യാത്മികത, നിയമസംഹിത എന്നിവയിൽ അതിൻ്റേതായ തനതാത്മകത ഉണ്ടായിരിക്കണം. ഈ തനതാത്മകത സവിശേഷമായി പ്രകടമാക്കപ്പെടുന്നത് ഓരോ സഭയുടെയും ദൈവശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ഐക്യരൂപത്തിലുള്ള ആരാധനക്രമത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ പൗരസ്ത്യ കാനൂൻ നിയമം 150-ാം നമ്പറിൽ പറയുന്നുണ്ട്, ലിറ്റർജിയെ സംബന്ധിച്ചുള്ള സിനഡ് തീരുമാനങ്ങൾ ലോകത്തെല്ലായിടത്തുമുള്ള സഭാംഗങ്ങൾ കൃത്യമായും വിശ്വസ്തമായും പാലിക്കുവാൻ കടപ്പെട്ടവരാണ് എന്ന്. വിശുദ്ധ കുർബാന ഐക്യത്തിൻ്റെ കൂദാശയാണ്. വിശുദ്ധ കുർബാനയുടെ ആഘോഷത്തിലുള്ള ഐക്യമാണ്
സഭയുടെ ഐക്യത്തിൻ്റെ സാക്ഷ്യമായി നിലകൊള്ളുന്നത്. അതുകൊണ്ടാണ് ബലിയർപ്പണത്തെക്കുറിച്ച് യൂണിഫോം മോഡ് ഓഫ് സെലിബ്രേഷനിലൂടെ നമ്മുടെ സഭയിൽ ഐക്യം ഉളവാക്കണമെന്ന് പരിശുദ്ധ പിതാവും നമ്മോട് ആവശ്യപ്പെടുന്നത്. പരിശുദ്ധ പിതാവ് ഇപ്രകാരമാണ് പറയുന്നത്: I exhort all to proceed to a prompt implementation of the uniform mode of celebrating the Holy Kurbana for greater good and unity of the Church. Uniform mode of celebration is the means of fostering unity in the Church എന്നാണ് മാർപ്പാപ്പ തന്നെ വ്യക്തമായിട്ട് പറയുന്നത്. അതാണ് നമ്മൾ പാലിക്കാൻ കടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുർബാനയിൽ യൂണിഫോമിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ യൂണിറ്റി ഉണ്ടാവുകയുള്ളൂ. പിതാവെ, അടുത്ത ചോദ്യം ഇതാണ്: ആരാധനാക്രമത്തെ സംബന്ധിച്ചും സഭയിലെ ബലിയർപ്പണ രീതിയെക്കുറിച്ചും ആരാണ് അന്തിമമായ തീരുമാനം എടുക്കുന്നത്? അങ്ങനെ സഭ എടുക്കുന്ന തീരുമാനം എല്ലാവർക്കും ബാധകമാണോ? ഓരോ വ്യക്തിസഭയിലും സഭയുടെ തനതായ ദൈവശാസ്ത്രത്തിലൂന്നിയ ദൈവാരാധന ക്രമത്തിന് രൂപം കൊടുക്കുകയും നവീകരിക്കുകയും ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആ സഭയിലെ മെത്രാന്മാരുടെ സിനഡിനാണ്. സിനഡ് അംഗീകരിച്ച ലിറ്റർജിക്കൽ ടെസ്റ്റിന് പരിശുദ്ധ സിംഹാസനമാണ് അന്തിമ അംഗീകാരം നൽകുന്നത്. ഇപ്പോഴത്തെ കുർബാനക്രമത്തെ സംബന്ധിച്ച് പരിശുദ്ധ സിംഹാസനത്തിൻ്റെ അംഗീകാരത്തോടൊപ്പം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ വിശുദ്ധ കുർബാനയുടെ അർപ്പണത്തെക്കുറിച്ച് കൃത്യമായ നിർദ്ദേശം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇതനുസരിക്കാൻ നാം എല്ലാവരും കടപ്പെട്ടവരാണ്. മാർപ്പാപ്പയാണ് കത്തോലിക്ക വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം സഭയുടെ പരമാധികാരി. അതുകൊണ്ട് തീർച്ചയായും മാർപ്പാപ്പ പറയുന്നത് അനുസരിക്കാൻ ഓരോ കത്തോലിക്കനും കടമയുണ്ട്. അനുസരിക്കാത്ത പക്ഷം മാർപ്പാപ്പയെ സഭയുടെ പിതാവും തലവനുമായി അംഗീകരിക്കുന്നു എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുകയില്ല. അപ്പോൾ ഒരാൾക്ക് കത്തോലിക്ക സഭയുടെ അംഗമാണെന്ന് അവകാശപ്പെടാനും സാധിക്കുകയില്ല. അതുകൊണ്ട് വിശുദ്ധ കുർബാനയുടെ ആഘോഷത്തെ സംബന്ധിച്ച് മാർപ്പാപ്പ നൽകിയ നിർദ്ദേശം എല്ലാവരും പാലിക്കണം. അതിൽ സംശയമില്ല. അങ്ങനെ നമ്മുടെ സഭയിൽ ദൈവം ആഗ്രഹിക്കുന്ന, സഭ ആഗ്രഹിക്കുന്ന ഐക്യം സംജാതമാകട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവെ, നവീകരിക്കപ്പെട്ട ആരാധനാക്രമം ഇപ്പോൾ സിനഡ് കഴിയുമ്പോൾ പ്രാബല്യത്തിൽ വരുമെന്നാണല്ലോ പറയുന്നത്. ഈ നവീകരിക്കപ്പെട്ട റാസ തക്സയിലെ പ്രധാന മാറ്റങ്ങളെക്കുറിച്ച് ചുരുക്കമായൊന്ന് പറഞ്ഞു തരാമോ? നമ്മുടെ നവീകരിക്കപ്പെട്ട കുർബാനക്രമത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല. സിനഡിൽ ചർച്ച ചെയ്ത് പൊതുവായി അംഗീകരിച്ച മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഉദാഹരണമായിട്ട് നമ്മുടെ കുർബാനയിൽ ആദ്യമേ 2 വിധത്തിൽ സ്വർഗസ്നായ പിതാവേ എന്ന പ്രാർത്ഥന കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ പുതിയ ക്രമത്തിൽ സ്വർഗസ്നായ പിതാവേ പരിശുദ്ധൻ 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 എന്ന കാനോനയോട് കൂടിയ സ്വർഗസ്നായ പിതാവേ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ ആ പ്രാർത്ഥനയിൽ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്ന ഭാഗം ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ എന്ന് മാറ്റിയിട്ടുണ്ട്. സർവാധിപനാം എന്ന ഗീതത്തിൽ നിന്നെ വണങ്ങി നമിക്കുന്നു എന്ന ഭാഗം നിനസ്തുതി ഞങ്ങൾ പാടുന്നു, അതാണ് കൂടുതൽ ഗദ്യഭാഗത്തോട് ചേർന്ന് പോകുന്നത്. കാറോസസ പ്രാർത്ഥനയുടെ പ്രത്യുത്തരമെടുത്താൽ പൊതുവായിട്ട് നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന രീതി കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്നാണ് പ്രാർത്ഥന. കാരണം കാറോസയിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ അപേക്ഷിക്കുകയാണ്.
കൂദാശ ഭാഗത്തേക്ക്, അനാപ്ര ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ മൂന്നാമത്തെ ഗഹന്ത പ്രണാമ ജപം, അതിൽ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ രക്ഷിക്കാൻ നിയമത്തിന് അധീനനായി എന്ന് തുടങ്ങിയ ആ പ്രാർത്ഥന നമ്മുടെ മൂന്നാമത്തെ കൂദാശ, നെസ്തോറിയസിന്റെ പേരിൽ അറിയപ്പെടുന്ന കൂദാശ ക്രമത്തിൽ നിന്നും എടുത്ത് ഇവിടെ ചേർത്തിട്ടുള്ളതായിരുന്നു. ആ ഭാഗം ഒഴിവാക്കി അതിൻ്റെ ആദ്യ രൂപം നമ്മൾ സ്വീകരിച്ചിരിക്കുകയാണ്. നാലാമത്തെ പ്രണാമജപത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൽ ചില ഭാഗങ്ങൾ മുമ്പുള്ള പ്രാർത്ഥനാ ഭാഗത്ത് വന്നതിൻ്റെ ആവർത്തനം പോലെയാണ്. ആ ഭാഗങ്ങളെ ബ്രാക്കറ്റിനുള്ളിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതുകൂടാതെ കുർബാനയുടെ ഭാഗം അവസാനിക്കുമ്പോൾ നമ്മുടെ സഭയിലെ രണ്ടാമത്തെ കൂദാശക്രമം, തിയഡോറിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കൂദാശക്രമം നമ്മുടെ തക്സായിൽ ഉൾച്ചേർത്തിരിക്കുകയാണ്. ഇനി പ്രോപ്രിയ ഭാഗത്തേക്ക് നമ്മൾ പോകുമ്പോൾ പ്രോപ്രിയ ഭാഗത്ത് പുതുതായി ചേർത്തിരിക്കുന്നത് കർത്താവിൻ്റെ തിരുനാളുകൾക്ക്, ഉദാഹരണം പെനഹ, പെന്തക്കുസ്ത മുതലായ തിരുനാളുകൾക്ക് പ്രത്യേകമായ പ്രാർത്ഥന നമ്മൾ ഉൾച്ചേർത്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ സീറോ മലബാർ സഭയിലെ വിശുദ്ധരായ വിശുദ്ധ അൽഫോൻസാമ്മ, കുര്യാക്കോസ് ഏലിയാസച്ചൻ, എൗപ്രാസ്യാമ്മ, മറിയം ത്രേസ്യാമ്മ, ഇവരുടെ പ്രോപ്രിയകൾ അവരുടെ തിരുനാളുകളിലേക്കായി ചേർത്തിരിക്കുകയാണ്. അതുകൂടാതെ നമ്മുടെ സുറിയാനി കുർബാനയിലെ ഗീതങ്ങൾ സുറിയാനി രൂപത്തിൽ തന്നെ അനുബന്ധത്തിൽ ചേർത്തിട്ടുണ്ട്. പ്രോപ്രിയ ഭാഗത്തുള്ള നമ്മുടെ പ്രാർത്ഥനകൾ സോഴ്സിനോട് കൂടുതൽ വിശ്വസ്തമായിട്ട് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് വീണ്ടും പരിശ്രമിച്ചു. നമ്മുടെ കുർബാനക്രമത്തിൽ പൊതുവായിട്ട് ഭാഷാപരമായിട്ട് വേണ്ടതായ തിരുത്തലുകളൊക്കെ വരുത്താനായിട്ടും പരിശ്രമിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് പൊതുവായിട്ട് പുതിയ നമ്മുടെ കുർബാനക്രമത്തിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ എന്ന് കാണാൻ സാധിക്കും. പിതാവേ, സഭാമക്കളായ ഞങ്ങളുടെ മനസ്സിൽ ആരാധനാക്രമത്തെക്കുറിച്ച് ഉയർന്നു വന്ന സംശയങ്ങൾക്ക് വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും വിശദീകരിച്ച് ഉത്തരങ്ങൾ നൽകി ആ സംശയങ്ങളൊക്കെ ദൂരീകരിച്ച് പിതാവിന്റെ വിലപ്പെട്ട സമയമെടുത്താണ് ഇതൊക്കെ ചെയ്തത്. അതിന് സഭാമക്കളുടെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നല്ലവനായ ദൈവം നമ്മുടെ സഭയെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്.